ശക്തമായ മത്സരം നടക്കുന്ന ഒറ്റപ്പാലത്തെ ഇടത് സ്ഥാനാർത്ഥി കെ പ്രേംകുമാറാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഈ മത്സരം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കടുത്ത് വരികയാണോ? ഒരു ത്രികോണ മത്സരത്തിന്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയോ? ശക്തമായ മത്സരം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടതുപക്ഷം നല്ല പിന്തുണ നേടി ബഹുജന അംഗീകാരം നേടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ബഹുദൂരം മുന്നിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ പ്രവർത്തകരും. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടത് കോട്ടയാണ്, അവിടെ വിള്ളൽ വീഴ്ത്താനുള്ള എല്ലാ വിധത്തിലുള്ള ശ്രമവും മറുഭാഗത്ത് നടന്നിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്തി അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി കൂടുതൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി കൂടി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ജനങ്ങളെ കാണുന്നവരല്ല, എല്ലായ്പ്പോഴും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒട്ടും അഹങ്കാരത്തോടെയല്ല, വിനയത്തോടു കൂടി തന്നെ പറയട്ടെ, 3 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 17,000-ൽ പരം വോട്ടിൻ്റെ മേൽക്കൈയും മുൻകൈയും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടായപ്പോഴും അതില്ലാതെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷത്തിൻ്റെ പക്കലുണ്ടായിരുന്നത് നിലനിർത്തിയ ഒരു മണ്ഡലം കൂടിയാണ് ഒറ്റപ്പാലം. മാത്രവുമല്ല, കേരളത്തിലെ സർക്കാർ നടത്തിയ ജനപക്ഷ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരം നാട് നൽകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു മുൻതൂക്കമാണ്, മണ്ഡലത്തിൽ കിട്ടിയ ഒരു മുൻതൂക്കമാണ് UDFന്റെ ആത്മവിശ്വാസം. അതെ, നമുക്ക് നോക്കാം. ഏപ്രിൽ മാസം 9-ാം തീയതി ഇലക്ഷനും മെയ് 4-ന് റിസൾട്ടും ആണല്ലോ. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടും. നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയിലും വികസനവും ക്ഷേമവും എത്തിച്ച ഒരു സർക്കാർ തുടരണം എന്നാഗ്രഹിക്കുന്ന ജനതയാണ് ഒറ്റപ്പാലത്തുള്ളത്. ഇവിടെ മുഖ്യമന്ത്രി അമ്പലപ്പുഴയിൽ പോയി പറഞ്ഞത് G. സുധാകരനെതിരെ നടത്തിയ ഒരു പദപ്രയോഗമുണ്ട്, വലിയ ചർച്ചയായതാണ്. ഇവിടെ വഞ്ചകനാണ് എന്നാ പറഞ്ഞത്, ജനം തിരിച്ചറിയും എന്ന സന്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം പദപ്രയോഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആളുകളിൽ ഇത് സൃഷ്ടിക്കുമോ? ആവേശം സൃഷ്ടിക്കുക ചെയ്തത്. അത്തരം പദപ്രയോഗങ്ങൾ യഥാർത്ഥ വസ്തുതയാണ്, അത് ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കുക ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് തുറന്നു കാണിക്കാനും തുറന്നു പറയാനുമുള്ള ധൈര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പല കാരണങ്ങളാൽ, ന്യായമായ കാരണങ്ങളാൽ ഒഴിവാക്കിയവരെ പേറേണ്ട ഗതികേടിലേക്ക് UDF മാറി. ഇത്തരക്കാർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് നാട് ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. ഞാനിവിടെ പ്രേംകുമാർ സംസാരിക്കുന്ന കേൾക്കുകയായിരുന്നു, പക്ഷേ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ സംസാരിക്കുന്നതിനിടയിൽ. ഇതെന്തിനാ നമ്മൾ പറയേണ്ട കാര്യം? നമുക്ക് നമ്മുടെ നേട്ടങ്ങൾ തന്നെ പറയാൻ ഒരു ദിവസം മുഴുവൻ പറയാനുള്ളതുണ്ട്. നമ്മൾ എതിരാളിക്ക് നമ്മളെന്തിനാ പ്രചരണം കൊടുക്കുന്നത്? അവരവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങളുടെ ജനം തീരുമാനിക്കട്ടെ. NDA സ്ഥാനാർത്ഥി മേജർ രവി വരുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? NDAക്ക് കഴിഞ്ഞ തവണ കുറച്ച് വോട്ട് കൂട്ടാൻ പറ്റിയൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സിനിമാ നടനാണ്, മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ NDAക്ക് കൂടുതൽ സാധ്യത. എവിടെയാണ് ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്? ഞാൻ ഒരാളെയും കുറച്ച് കാണുന്നില്ല. ജനജീവിതത്തിൽ എവിടെയാണ് ഇവരെല്ലാം ഉണ്ടായിരുന്നത്? ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ജനങ്ങളെ കാണുന്നവരെ ജനം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് മെയ് 4-ന് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം. അതിനുശേഷവും നമുക്ക് കാണാമല്ലോ. ഞാനൊരു സ്ഥാനാർത്ഥിയെ കുറ്റപ്പെടുത്തി പറയല്ല. നമ്മളെല്ലാം നാട്ടിൽ കഴിഞ്ഞ 10-30 കൊല്ലമായി പൊതുപ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ അവരുടെ ആവലാതികളും പ്രശ്നങ്ങളും കേട്ട് അത് പരിഹരിക്കാൻ ഭരണമുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ സമരത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ രീതിയിൽ അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ ജനം തിരിച്ചറിയും. UDF പറയുന്നത് സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നത്. സംസ്ഥാനത്ത് 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അത് ഇവിടത്തെ സംബന്ധിച്ചാണെങ്കിൽ 20 വർഷത്തെ എന്ന് പറയേണ്ടി വരും, കാരണം 20 വർഷത്തെ തുടർച്ചയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് കാണുന്നു? നമുക്ക് നോക്കാം, മെയ് 4-ന് നോക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മെയ് 4-ന് നമുക്ക് കാണാം. ഞാൻ ഒട്ടും അഹങ്കാരത്തോടെ ഞാൻ വീണ്ടും പറയാണ്, അതിവിനയത്തോടെ തന്നെ പറയുന്നു, മെയ് 4-ന് നമുക്ക് കാണാം. നിങ്ങൾ പറയുന്ന ആകുലത എത്രമാത്രം ഉണ്ട് എന്ന് മെയ് 4-ന് നമുക്ക് കാണാം. ഒറ്റ കാര്യം ഞാൻ പറയാം, ഒറ്റപ്പാലം മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷം ജയിക്കും. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയാണ് ഒറ്റപ്പാലം. ഒരു വർഗവഞ്ചകരും ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന, ഒരൊറ്റുകാരനും ഈ മണ്ണ് മാപ്പ് കൊടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അത്യുജ്വലമായ വിജയം ഒറ്റപ്പാലം മണ്ഡലത്തിലുണ്ടാകും. സരിനായിരുന്നു കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി. ആ സരിൻ ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ് എതിർ സ്ഥാനാർത്ഥിയായി ഇവിടെ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ എതിരാളിയാണോ അതോ ഇപ്പോഴത്തെ സാഹചര്യമാണോ? ഏതാണ് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ് വിഷയം, വ്യക്തിയല്ല. കാലുമാറി വന്നവരെ ജനം അങ്ങനെ കാണും. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ വിജയം ഈ മണ്ഡലത്തിൽ ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലായി ജനം അത് തീരുമാനിച്ചു കഴിഞ്ഞു. അവർക്ക് 9-ാം തീയതി ബൂത്തിലേക്ക് 9-ാം തീയതി ആവാൻ കാത്തു നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. ഒരു നിലയിലുള്ള ആശങ്കയുമില്ല.
ഇവിടെ ഇപ്പോൾ നമ്മൾ പല മണ്ഡലങ്ങളിലൂടെ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഈ പറയുന്ന പോലെ ഹാരവും മറ്റ് റിബണും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മാത്രം ഒരു മാതൃക സൃഷ്ടിക്കാനായി ഇതിന് ഒരു സംസ്ഥാന വ്യാപകമാക്കി ഈ മാതൃക നിങ്ങൾക്ക് പടർത്താൻ കഴിയും. നമ്മളിവിടെ ഈ ഒരു മണ്ഡലത്തിലെ കാര്യമാണല്ലോ നോക്കുന്നത്. നമ്മളത്ര സംസ്ഥാനത്തേക്കൊന്നും പോകാറായിട്ടില്ല. ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായി തന്നെ തീരുമാനിച്ചു. കഴിഞ്ഞ തവണയും 800-1000 ഒക്കെ റിബൺ കിട്ടിയ ദിവസം ഉണ്ടായിരുന്നു. ഇത് ചാക്കിൽ കെട്ടി വെക്കുകയാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു നിർദ്ദേശം മണ്ഡല നേതാക്കളോട് പറഞ്ഞു, LDFൻ്റെ, അവരത് സ്വീകരിച്ചു. താഴേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, താഴെയുള്ളവരെ അത് ബോധ്യപ്പെടുത്തി, അവരത് ഏറ്റെടുത്തു. ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് നല്ല മാതൃകയാണെന്ന് നമ്മൾ കരുതുന്നു. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം. നമുക്കൊരു സംസ്ഥാന തലത്തിലൊന്നും ഇതിനൊരു പ്രായോഗികമായൊരു രൂപം നൽകാനൊന്നും നമ്മളെ കൊണ്ടാവില്ല. ഇവിടെ നമ്മുടെ ഒരു താല്പര്യവും ഇഷ്ടവും ഒക്കെ കണക്കിലെടുത്ത് ഇങ്ങനെ ചെയ്യുകയാണ്. ചിലയിടത്ത് മാല ഇടുന്നത് കൂടുതൽ ഗുണകരമാകുന്ന പ്രദേശങ്ങളുണ്ട്. ആളുകൾ സ്നേഹത്തോടെ തരുന്ന മാലയായാലും റിബണായാലും ഷാളായാലും അതൊക്കെ സ്വീകരിക്കേണ്ടതായ സാഹചര്യം വരും. നിങ്ങളിവിടെ കണ്ടല്ലോ, ഒരൊറ്റ റിബൺ ഇവിടെ ഇട്ടില്ല. നല്ല നിലയിൽ ആളുകളെല്ലാം, കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും, ഒരു പേനയാണ് നമ്മുടെ ഒരു സഹോദരി, ഒരു ചേച്ചി കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ അതെല്ലാം ഒരു ബദൽ സംസ്കാരം, ഒറ്റപ്പാലത്തിൻ്റെതായ ഒരു സംഭാവന എന്ന മട്ടിൽ കണ്ടാൽ മതി. ശരി, അപ്പോൾ എല്ലാ ആശംസകളും. എന്തായാലും ഇടത് കോട്ട ചുവന്ന് തന്നെ ഇരിക്കും എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു മാതൃക സൃഷ്ടിക്കാനും കഴിഞ്ഞിരിക്കുന്നു. റിബൺ വേണ്ട, ഹാരങ്ങൾ വേണ്ട, നോട്ട്ബുക്കോ പേനയോ തരൂ, അത് അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഓരോ കുട്ടിക്കും സഹായകമാകട്ടെ എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഇടത് സ്ഥാനാർത്ഥി കെ പ്രേംകുമാർ അദ്ദേഹത്തിന്റെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒറ്റപ്പാലത്ത് നിന്നും ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.